മഹാസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു ശേഷം പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയിൽ പൊട്ടിത്തെറി. സഖ്യത്തിൽ നിന്നും പിന്മാറി സ്വതന്ത്രമായി നിൽക്കാനും പാർട്ടി തലവൻ ഉദ്ധവ് താക്കറെയ്ക്ക് മേൽ നേതാക്കൾ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം. തെരഞ്ഞെടുപ്പിൽ ജയിച്ച 20 നിയുക്ത എംഎൽഎമാരിൽ ഭൂരിഭാഗവും ഇക്കാര്യം ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരുമായി ഉദ്ധവ് താക്കറെ നേരിട്ട് സംസാരിച്ചിരുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുടെ മോശം പ്രകടനം ഉദ്ധവ് വിഭാഗത്തെ മഹാരാഷ്ട്രീയത്തിൽ പ്രാധാന്യമില്ലാതെയാക്കിയെന്നും ഇങ്ങനെ പോയാൽ ഷിൻഡെ ശിവസേനയ്ക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക നേതാക്കൾ പാർട്ടി തലപ്പത്തുള്ളവരെ അറിയിച്ചത്. അതേസമയം സഖ്യം വിട്ടുപോകുന്നതിനോട് ഉദ്ധവ് താക്കറെയ്ക്കോ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റാവത്തിനോ യുവ നേതാവും പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവുമായ ആദിത്യ താക്കറെയ്ക്കോ യോജിപ്പില്ല. ബിജെപിക്കെതിരെയുള്ള ഒരു സംയുക്ത പ്രതിപക്ഷ സഖ്യമെന്ന നിലയിൽ മഹാവികാസ് അഘാഡിയെ മുന്നോട്ട് നയിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഉദ്ധവ് വിഭാഗം ശിവസേന സ്വതന്ത്ര പാത അംഗീകരിക്കണമെന്ന് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പ്രതിപക്ഷ നേതാവ് അംബാദാസ് ദൻവെ പറഞ്ഞു. ഒരു സഖ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തമായ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നേരമായി എന്ന് പല എംഎൽഎമാരും വിചാരിക്കുന്നുണ്ട്. ശിവസേന ഒരിക്കലും അധികാരത്തെ പിന്തുടരുന്നവരല്ല. നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അധികാരം സ്വാഭാവികമായും വരുമെന്നും ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് കൂടിയായ അംബാദാസ് ദൻവെ പറഞ്ഞു വെക്കുകയാണ്. സ്വതന്ത്രമായി നിന്നാൽ പാർട്ടി കൂടുതൽ കരുത്ത് നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹിന്ദു ഐഡിയോളജിയിൽ ചില കാര്യങ്ങൾ വെള്ളം ചേർത്തുവെന്ന ബിജെപി അടക്കമുള്ളവരുടെ ആരോപണം തിരിച്ചടി നൽകുമെന്ന തോന്നലുണ്ടെന്ന് തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ട ഒരു നേതാവ് പറയുന്നു. മറാത്ത പ്രാദേശികവാദത്തിനും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ശിവസേന. മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും എൻസിപിയും നിലയുറപ്പിക്കുന്നത്. ഹിന്ദു വോട്ട് ഒന്നിച്ചു കൊണ്ടുവന്ന് ബിജെപി വൻ വിജയം കൈവരിച്ചതിന് പിന്നാലെ എൻസിപിയെയും കോൺഗ്രസിനെയും ഉൾക്കൊള്ളാൻ ശിവസേന ഹിന്ദുത്വ ആശയത്തിൽ വെള്ളം ചേർത്തുവെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഈ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത നേതാവ് പറയുന്നത്. കോൺഗ്രസുമായി ചേർന്നതോടെ സ്ഥാപകൻ ബാൽ താക്കറെയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പാരപണിയുകയാണെന്ന് ഉദ്ധവ് വിഭാഗത്തിനിടയിൽ കിംവദന്തികൾ ഉയരുന്നുണ്ട്. പാർട്ടി പേരും അതോടൊപ്പം ചിഹ്നവും നഷ്ടപ്പെട്ടതും പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം നൽകി. എന്നാൽ ഉദ്ധവ് താക്കറെയുടെ വാശിക്ക് മുന്നിൽ കിംവദന്തികൾ അടങ്ങുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല വിധി വന്നതോടെ പാർട്ടിക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന് എല്ലാവരും കരുതി. പാർട്ടിയിലെ പിളർപ്പ് സഹതാപ വോട്ടായി മാറുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. 95 സീറ്റുകളിൽ മത്സരിച്ച ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്ക് 20 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. കോൺഗ്രസ് നേടിയ 16ഉം ശരത് പവാർ എൻസിപി നേടിയ 10ഉം ഉൾപ്പെടെ മഹാവികാസ് അഘാഡിയുടെ അക്കൗണ്ടിലെത്തിയത് വെറും 46 സീറ്റുകൾ. എംഎൽഎമാരുടെ എണ്ണം കൊണ്ട് സഖ്യത്തിൽ ഉദ്ധവ് വിഭാഗമാണ് മുൻപന്തിയിൽ. 9.96% വോട്ടുകളാണ് നേടിയത്. 6 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16.72% വോട്ടുകൾ നേടിയെടുത്ത് നിന്നാണ് 7%-ഓളം വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അതിനാൽ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ ഷിൻഡെ ശിവസേനയിലേക്കുള്ള പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമുള്ള ഒരേയൊരു മാർഗം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് ഉദ്ധവ് വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. 2022-ൽ പാർട്ടിയിലുണ്ടായ പിളർപ്പിൽ സേനയുടെ ഭൂരിഭാഗം എംഎൽഎമാരെയും എംപിമാരെയും ഏക്നാഥ് ഷിൻഡെ കൊണ്ടുപോയിരുന്നു. തളർന്നു കിടക്കുന്നതിനിടെ ഇനിയൊരു കൊഴിഞ്ഞുപോക്ക് കൂടി താങ്ങാനാവില്ലെന്ന മാനസികാവസ്ഥയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്.